എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് കാകോലുഗീയത്തിലെ 9ാമത്തെ കഥയാണ്. മൂങ്ങ രാജാവായ അരിമർദനന്റെ ആവശ്യപ്രകാരം മന്ത്രിയായ ക്രൂരാക്ഷൻ പറഞ്ഞ കഥയാണിത്. ഒരു കാട്ടിൽ ദുഷ്ടനായ ഒരു പക്ഷിവേട്ടക്കാരൻ താമസിച്ചിരുന്നു. അയാൾ കൂടും കയറും വടിയുമെടുത്ത് കിട്ടുന്ന പക്ഷികളെയൊക്കെ കൊന്നുകൊണ്ട് കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കും. ഒരു ദിവസം അയാൾക്ക് ഒരു പെൺപ്രാവിനെ കിട്ടി. അയാൾ അവളെ ഒരു കൂട്ടിൽ പിടിച്ചിട്ടു. താമസിയാതെ കൊടുങ്കാറ്റും പെരുമഴയും തുടങ്ങി. വേടൻ തണുത്തു വിറച്ച് ഒരു മരച്ചുവട്ടിലെത്തി. ഇന്ന് ഈ മരത്തെ ശരണം പ്രാപിച്ച് ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞ് അയാൾ വിറച്ചുകൊണ്ട് വിശന്നു പൊരിഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. ആ മരക്കൊമ്പിൽ ഒരു പ്രാവ് തൻ്റെ പത്നിയോടൊപ്പം വസിച്ചിരുന്നു. ഇര തേടാൻ പോയ ഭാര്യയെ കാണാഞ്ഞ് കരഞ്ഞുകൊണ്ട് പരിതപിച്ചിരിക്കുകയായിരുന്നു അവൻ. വേടന്റെ കൂട്ടിൽ പെട്ടുകിടക്കുന്ന പെൺപ്രാവ് ഭർത്താവിൻ്റെ വാക്കുകൾ കേട്ട് ചരിതാർത്ഥയായി. വേടന്റെ കൂട്ടിൽ കിടന്ന് അവൾ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ശരണം പ്രാപിച്ചവനെ പ്രാണൻ കൊടുത്തും രക്ഷിക്കണം. ഈ വേടൻ തണുത്തു വിറച്ച് വിശന്ന് അങ്ങയുടെ ഇരിപ്പിടത്തിൽ വന്ന് ആശ്രയം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് ഇദ്ദേഹത്തെ സൽക്കരിക്കണം. എന്നെ ബന്ധിച്ച കാരണം കൊണ്ട് ഇദ്ദേഹത്തോട് വിരോധം തോന്നരുത്. പൂർവജന്മങ്ങളിലെ കർമ്മഫലമാണ് എന്നെ ബന്ധിച്ചത്. മനുഷ്യർക്കുണ്ടാവുന്ന ദാരിദ്ര്യവും രോഗവും ദുഃഖവുമെല്ലാം അവനവൻ ചെയ്യുന്ന അപരാധങ്ങളുടെ ഫലങ്ങളാണ്. ധർമ്മവും യുക്തിയും ചേർന്ന അവളുടെ വാക്കുകൾ കേട്ട് പ്രാവ് സവിനയം വേടനെ സമീപിച്ച് ചോദിച്ചു, ഞാൻ അങ്ങേക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? വേടൻ പറഞ്ഞു, ആദ്യമായി തണുപ്പ് മാറ്റാനുള്ള വഴി നോക്കണം. പ്രാവ് ഉടൻ പോയി തീ കൊണ്ടുവന്നു ഉണക്കയിലകൾ കൂട്ടിയിട്ട് തീ കത്തിച്ചു. അതിനുശേഷം പറഞ്ഞു, അങ്ങേക്ക് വിശപ്പടക്കാൻ പറ്റിയ ഭക്ഷണപദാർത്ഥമൊന്നും എൻ്റെ കൈവശമില്ലല്ലോ. ഒരേ ഒരു അതിഥിക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ലാത്തവൻ ഗൃഹസ്ഥനായിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഇങ്ങനെ സ്വയം നിന്ദിച്ചുകൊണ്ട് അവൻ വേടനോട് തുടർന്നു പറഞ്ഞു, ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിച്ചു കളയാം. തുടർന്ന് ആ പ്രാവ് സന്തോഷപൂർവ്വം അഗ്നിയെ പ്രദക്ഷിണം വെച്ച് അതിലേക്ക് ചാടി. ഇതു കണ്ടപ്പോൾ ആ വേടന് വലിയ ദുഃഖം വന്നു. അവൻ സ്വയം പറഞ്ഞു, മഹാത്മാവായ ഈ പ്രാവ് എനിക്ക് ആദർശം എന്താണെന്ന് കാണിച്ചു തന്നു. ഇന്നു മുതൽ ഞാൻ ഉത്തമനായ ഒരു ധർമ്മചാരിയായിരിക്കും. തുടർന്ന് ആ വേടൻ തൻ്റെ കൂട് ഒടിച്ചു കളയുകയും പെൺപ്രാവിനെ സ്വതന്ത്രയാക്കുകയും ചെയ്തു. പുറത്തു വന്ന പെൺപ്രാവ് തീയിലകപ്പെട്ട് കിടക്കുന്ന തൻ്റെ ഭർത്താവിനെയാണ് കണ്ടത്. തുടർന്ന് അവളും ആളിക്കത്തുന്ന അതേ തീയിൽ ചാടി. പ്രാണത്യാഗം ചെയ്ത ആ 2 പ്രാവുകളും പുണ്യഫലം അനുഭവിച്ച് സ്വർഗരാജ്യം നേടി. വേടൻ അന്നു മുതൽക്ക് ജീവികളെ കൊല്ലാതെയായി. ജീവിതത്തിൽ വിരക്തനായി തീർന്ന അയാൾ ഒരു കാട്ടുതീയിൽ ചാടി ദേഹത്യാഗം ചെയ്ത് സ്വർഗവാസം നേടി. ക്രൂരാക്ഷൻ തുടർന്നു പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ശരണാഗതനെ പ്രാണൻ കൊടുത്തും രക്ഷിക്കേണ്ടതാണെന്ന്. ക്രൂരാക്ഷന്റെ കഥ കേട്ട അരിമർദനൻ തൻ്റെ അടുത്ത മന്ത്രിയായ ദീപ്താക്ഷനോട് അഭിപ്രായം ചോദിച്ചു. ദീപ്താക്ഷൻ പറഞ്ഞു, ഇവനെ കൊല്ലാൻ പാടില്ല. എപ്പോഴും തിരസ്കരിക്കുന്നവൾ തൻ്റെ ഭർത്താവിനെ അംഗീകരിച്ച കഥ കേട്ടിട്ടില്ലേ? തുടർന്ന് അരിമർദനന്റെ ആവശ്യപ്രകാരം ദീപ്താക്ഷൻ പറഞ്ഞ കഥ അടുത്ത ഭാഗത്തിൽ പറയാം. കാകോലുഗീയത്തിലെ 9ാമത്തെ കഥ ഇവിടെ നിർത്തുന്നു.